അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. പല വിശേഷണങ്ങൾ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ പ്രകൃതിയുടെ മധ്യസ്ഥനായിട്ട് വിളിക്കുന്നു, ഹിപ്പികളുടെ മധ്യസ്ഥനായിട്ട് വിളിക്കുന്നു, സമാധാനത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് വിശേഷിപ്പിക്കുന്നു. എന്തിന്, രണ്ടാം ക്രിസ്തു എന്ന് പോലും അദ്ദേഹം വിളിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുക സ്നേഹത്തിൻ്റെ ഒരു വിപ്ലവ ഗായകൻ. അതായിരുന്നു ഫ്രാൻസിസ്. സത്യത്തിൽ ഫ്രാൻസിസ് തൻ്റെ കുടുംബത്തിനും തൻ്റെ നാട്ടിനും നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ആരാധ്യനായ ഒരു മനുഷ്യനായിട്ട് വളർന്നു. അങ്ങനെ അസീസിയിലെ മാടമ്പിസ്ഥാനം മോഹിച്ചുകൊണ്ട് ഫ്രാൻസിസ് യുദ്ധങ്ങളുടെ ഭാഗമാകുവാൻ പോവുക. സുദീർഘമായ യാത്രയിൽ സ്പൊളേറ്റോ താഴ്വരയിൽ വെച്ച് ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച നിർണായകമായൊരു ചോദ്യത്തെ അഭിമുഖീകരിക്കുക. ഫ്രാൻസിസ് ആരെ സേവിക്കുന്നതാണ് ഉത്തമം, യജമാനെയോ ഭൃത്യനെയോ? അതായിരുന്നു ഫ്രാൻസിസിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ഒരു ചോദ്യം. പ്രിയമുള്ളവരെ, ഇന്ന് ഫ്രാൻസിസിനെ ധ്യാനിക്കുമ്പോൾ ഈ വലിയ മനുഷ്യൻ നമ്മെ ക്ഷണിക്കുക ഇത്തരത്തിലൊരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനാ. നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുക? ചിത്തു കൃഷ്ണമൂർത്തിയുടെ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിൽ പോലെയത്, വാട്ട് ആർ യു ഡൂയിങ് വിത്ത് യുവർ ലൈഫ്? എന്താണ് ജീവിതം കൊണ്ട് നാം ചെയ്തുകൊണ്ടിരിക്കുക? എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നറിയാത്ത വളരെ നിസ്സാരമായ നമ്മുടെ ജീവിതം കൊണ്ട് നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ ഫ്രാൻസിസിനെ ഗൗരവത്തിലെടുക്കുന്ന ഏതൊരു വ്യക്തിയോടും ഫ്രാൻസിസ് ആദ്യം ഉന്നയിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ധ്യാനം ഇതാണ്: നീ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു? ഫ്രാൻസിസിന് അതിന് ഒരു ഉത്തരം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഫ്രാൻസിസ് ദൈവത്തോടുള്ള, മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ വിപ്ലവമാക്കിക്കൊണ്ട് അതിനുത്തരം നൽകിയത്. അതുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ അസീസിയിലെ മനുഷ്യർ ആ തെരുവോരങ്ങളിൽ ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യനെ കാണാനിടയായത്. കീറിപ്പറിഞ്ഞൊരു വസ്ത്രം, 2 ചുള്ളിക്കമ്പുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അദ്ദേഹം എന്തൊരു ഭ്രാന്തനെ പോലെ പുലമ്പുന്നുണ്ട്. അവർ അടുത്തു നിന്ന് ശ്രദ്ധിച്ചു. അത് സത്യത്തിൽ അന്നും ഇന്നും ഭൂമിയുടെ നാനാ ദിക്കുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന, മുഴങ്ങേണ്ട ഒരു ശബ്ദമായിരുന്നു, ഒരു നിലവിളിയായിരുന്നു. ദ ലവ് ഈസ് നോട്ട് ലവ്ഡ്. 2 ചുള്ളിക്കമ്പുകളെ കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് ക്രൂശിതനിലൂടെ ദൈവം നൽകിയ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഫ്രാൻസിസ് നിലവിളിക്കുക. ഈ സ്നേഹം തിരിച്ചറിയപ്പെടുന്നില്ല, ഈ സ്നേഹം മനസ്സിലാക്കപ്പെടുന്നില്ല. ആ സ്നേഹത്തോടുള്ള പ്രത്യുത്തരമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഫ്രാൻസിസിന്റെ ജീവിതം. അങ്ങനെ ഫ്രാൻസിസ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുക. ബൈബിളിലെ ഹഗായിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്, റീബിൽഡ് മൈ ചർച്ച്, എൻ്റെ ആലയം പുനരുദ്ധരിക്കുക. ദൈവം അതിന് കാരണമായിട്ട് മറ്റു ചില കാര്യങ്ങളും കൂടെ അവരെ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ വിശപ്പടങ്ങുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ദാഹം അടങ്ങുന്നില്ല. നിങ്ങളുടെ വിശപ്പും ദാഹവും അടങ്ങുന്നില്ല. അതിന് ഒരു പരിഹാരമായിട്ട് തമ്പുരാൻ ആവശ്യപ്പെടുക, എൻ്റെ ആലയം പുനരുദ്ധരിക്കുക. രണ്ടാമതായിട്ട് ഫ്രാൻസിസ് അഭിമുഖീകരിക്കേണ്ടി വന്ന ദൈവത്തിൻ്റെ ഒരു ചോദ്യം, ഒരു നിർദ്ദേശം ഇതായിരുന്നു. സാന്റാമിയനോ ദേവാലയത്തിൽ വെച്ച് ഫ്രാൻസിസിനോട് പറയുക, എൻ്റെ ആലയം പുനരുദ്ധരിക്കുക. ജീർണിച്ച ആ സാന്റാമിയനോ ദേവാലയം ഫ്രാൻസിസ് പുനരുദ്ധരിച്ചു. ഇല്ല, ഈ ചോദ്യത്തെ ഫ്രാൻസിസ് വീണ്ടും വീണ്ടും ഗൗരവത്തിൽ ധ്യാനിച്ചു. അപ്പോൾ ഫ്രാൻസിസിന് മനസ്സിലായി, ജീർണതകൾ സഭയിലുണ്ട്, ജീർണതകൾ സമൂഹത്തിലുണ്ട്. ഈ പുനരുദ്ധാരണമെല്ലാം ഫ്രാൻസിസ് ചെയ്യുക പ്രഥമവും പ്രധാനവുമായും സ്വന്തം ജീവിതം പുനരുദ്ധരിച്ചുകൊണ്ടാണ്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ജീർണതകളെക്കുറിച്ച് നാം ബോധവാന്മാരാണ്. സഭയിലെ ജീർണതകൾ, സഭയിലെ കുറവുകൾ, സഭയിലെ വീഴ്ചകൾ, സമൂഹത്തിലെ തെറ്റുകൾ, കുറ്റങ്ങൾ, അതേക്കുറിച്ചൊക്കെ നാം ബോധവാന്മാരാണ്. നാം വിമർശിക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നു. വളരെ വിരളമായി മാത്രം നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നു. ഫ്രാൻസിസിനെ നാം ഗൗരവത്തിലെടുക്കുന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരവും ഫ്രാൻസിസിനെ കണക്ക് അഭിമുഖീകരിച്ച മതിയാകൂ. സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ജീർണതകളെ പുനരുദ്ധരിക്കാനുണ്ട്, നമ്മുടെ കുറവുകളെ നികത്തുവാനുണ്ട്. അപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഈ സമൂഹവും ഈ സഭയും പുനരുദ്ധരിക്കപ്പെടും. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ ചോദിക്കുന്നത് കണക്കായിരുന്നു ഫ്രാൻസിസിന്റെ ജീവിതം. ആർക്കാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താനാവുക? മരണത്തിനോ, പട്ടിണിക്കോ, വാളിനോ? ഈ ഭൂമിയിൽ ഒന്നിനും ആർക്കും ദൈവസ്നേഹത്തിൽ നിന്ന്
തന്നെ വേർപ്പെടുത്താനാകില്ലെന്ന ബോധ്യത്തോടെ ജീവിച്ച ഫ്രാൻസിസ് നമ്മെ ക്ഷണിക്കുകയാണ് ഒരു സ്നേഹത്തിൻ്റെ വിപ്ലവം സൃഷ്ടിക്കാൻ, എന്നിട്ട് സഭയെയും സമൂഹത്തെയും അതിൻ്റെ ജീർണതകൾ പരിഹരിച്ചുകൊണ്ട് നവീകരിക്കുവാൻ, ദൈവത്തിൻ്റെ ആലയം പുതുക്കി പണിയാൻ. മറക്കരുത്, ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ മതിയാകൂ. വാട്ട് ആർ യു ഡൂയിങ് വിത്ത് യുവർ ലൈഫ്? നിന്റെ ജീവിതം കൊണ്ട് എന്താണ് നീ ചെയ്യുക? ഈ ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസിനെ ഓർക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, സ്നേഹത്തിൻ്റെ വിപ്ലവമാക്കി ജീവിതം മാറ്റുവാനുള്ള അവൻ്റെ ക്ഷണവും നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ മംഗളങ്ങളും മാധ്യസ്ഥവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു.